കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും നമ്മൾ ഫ്രാക്ഷൻ എന്നുള്ള പുതിയൊരു ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം തന്നെ ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എന്റെ കയ്യിൽ ഇപ്പോൾ 2 കേക്കുകളുണ്ട്. സോ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേക്കുകളെ നമ്മൾ പാർട്ടാക്കുന്ന രീതി ഇല്ലേ. ഞാനിപ്പോ എന്റെ കേക്ക് എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയതാണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഈ 2 കേക്കുകളും കൃത്യമായിട്ട് ഓരോരോ പാർട്ടായിട്ട് മുറിക്കാൻ പോവാണ്. ആദ്യത്തെ കേക്ക് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, കറക്റ്റ് ഹാഫ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ കട്ട് ചെയ്തു. സോ ഗൈസ്, ഞാൻ അതിനെ കറക്റ്റ് ഹാഫ് ആക്കി കേട്ടോ, കറക്റ്റ് ഹാഫ് ആക്കി ഞാൻ കട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 2 പീസുകളായിട്ട് മാറിയില്ലേ. ഒരു കേക്ക് 2 പീസുകളായപ്പോ അതിൽ ഒരു പീസിനെ നമ്മൾ ഏത് രീതിയിൽ വിളിച്ചു? യെസ്, 1/2 എന്നുള്ള രീതിയിൽ വിളിച്ചു. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. 2 പീസുകളിൽ ഒരു പീസാണ് നമ്മൾ 1/2 ഹാഫ് എന്നുള്ള രീതിയിൽ പഠിച്ചത്. അതുപോലെ രണ്ടാമത്തെ കേക്ക് ഞാൻ 4 പീസാക്കി എന്ന് വിചാരിച്ചു. ഓക്കെ, രണ്ടാമത്തെ കേക്ക് ഞാൻ 4 പീസാക്കി മാറ്റിയിട്ടെങ്കിൽ 4 പീസാക്കി. സോ ഈ 4 കഷ്ണത്തിൽ 4 പീസുകളിൽ ഒരു പീസ് നമ്മൾ ഏത് രീതിയിലാണ് ഫ്രാക്ഷൻ ആക്കിയിട്ട് പറയാ, പാർട്ട് ആക്കിയിട്ട് പറയാ? 4 പീസിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 1/4 ആയിരുന്നു അല്ലെ. 1/4 1/4 സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമായിരുന്നു. സോ ഇതൊക്കെ നമ്മൾ ഫ്രാക്ഷൻസുകൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഈ കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ഫുഡിന്റെ എല്ലാ പാർട്ടീഷൻസും നമ്മൾ പറയാറുണ്ട്. അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. മന്തിയുടെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഫ് മന്തി, ക്വാർട്ടർ മന്തി എന്നൊക്കെ പറഞ്ഞ്, ഫുൾ മന്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്രാക്ഷൻസ് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യമാണ്. പക്ഷെ ഞാനിപ്പോ ചുമ്മാ നിങ്ങൾക്ക് 2 ഫ്രാക്ഷൻസുകൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം 1/9 ആണ്, നെക്സ്റ്റ് 1/7 ആണ്. സോ എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഏത് ഫ്രാക്ഷൻ ആണ് ഏറ്റവും വലുത് എന്നാണ് എന്റെ ചോദ്യം. 1/9 ആണോ 1/7 ആണോ വലുത്? ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേക്ക് വെച്ച് തന്നെ എന്ത് ചെയ്യാം, ആലോചിക്കാം അല്ലെ. നോക്കിക്കേടാ, 1/9 എന്ന് പറഞ്ഞാൽ ഒരു കേക്കിനെ 9 കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണമാണ് 1/9. ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് 1/9 പീസ് ഓഫ് കേക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതെന്ന് വെച്ചാൽ ഒരു കേക്കിനെ 9 കഷ്ണാക്കിയതുപോലെ ഒരു കുഞ്ഞു കഷ്ണം നിങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ 1/7 എങ്ങനെയായിരിക്കും വരിക? ഒരു കേക്കിനെ 7 കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണം. അപ്പോ നിങ്ങൾ ആലോചിച്ചാൽ മതി, 9 കഷ്ണത്തിൽ ഒന്നാണോ 8 പീസിൽ ഒന്നാണോ വലിയതായിട്ടുണ്ടായിരിക്കുക? ഓഫ് കോഴ്സ് നമ്മൾ ഉറപ്പിച്ചു പറയും എന്താണ്, 7 പീസാക്കിയതിൽ ഒന്നായിരിക്കും അടുത്തതിനേക്കാൾ വലുതുണ്ടായിരിക്കുക. സോ നമ്മൾ ഉറപ്പിച്ചു എന്താണ്, 1/7 ആണ് 1/9 വലുത്. നമ്മുടെ ഫ്രാക്ഷൻസുകൾ വലുതാരാണ് ചെറുതാരാണെന്ന് കമ്പയർ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പൊ തൊട്ട് മുൻപേ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് 1/2 അതേപോലെ 1/4. ഇതിൽ ആരാണ് വലുത്? 1/2 ആണോ 1/4 ആണോ? 2 പീസാക്കിയതിൽ ഒരു പീസാണോ 4 പീസാക്കിയതിൽ ഒരെണ്ണമാണോ വലുത്? നമുക്ക് ഉറപ്പിച്ചു പറയാം എന്താണ്, ഹാഫ് ആണ് വലുത്. 2 പീസാക്കിയതിൽ ഒരെണ്ണമാണ് വലുത്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എല്ലാ കേസിലും ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ ആകെ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻസിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഇതിൽ ഡിനോമിനേറ്ററിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു നോക്കുക. ഡിനോമിനേറ്ററില് നല്ലോണം ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഡിനോമിനേറ്ററിന്റെ കേസില് ഏറ്റവും ചെറിയ നമ്പർ ആരാണെന്ന് നോക്കിക്കേ. ചെറിയ നമ്പർ നോക്കാം. 9 ആണോ 7 ആണോ ചെറുത്? ഓഫ് കോഴ്സ് 7 ആണ് ചെറുത്. സോ ചെറിയ നമ്പർ ഡിനോമിനേറ്ററിൽ ചെറിയവൻ ആരാണോ ആ ഫ്രാക്ഷൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. ശ്രദ്ധിച്ചോളെ, ആ ഫ്രാക്ഷൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെയോ, ഇവിടെ 2 ആണോ 4 ആണോ ചെറുത്? ഓഫ് കോഴ്സ് 2 ആണ് ചെറുത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം 1/2 ആണ് ഇവിടുത്തെ വലിയ ഫ്രാക്ഷൻ. ഡിനോമിനേറ്ററിൽ ചെറിയവൻ ആരാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചു നോക്കണം. സോ ഇതുപോലെയുള്ള ഫ്രാക്ഷൻസുകള് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ, എല്ലാത്തിനും 1 ആണ് മുകളിൽ വരുന്നത്. സോ ഇങ്ങനെ 1 ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിന് ഒരു പ്രത്യേക പേരുണ്ട്, അതാണ് ഫ്രാക്ഷണൽ യൂണിറ്റ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഞാൻ അതിന്റെ ഇടയിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് ഫ്രാക്ഷണൽ യൂണിറ്റ്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഡിനോമിനേറ്റർ മാറി വരുന്നു, പക്ഷെ ന്യൂമറേറ്റർ മാറുന്നില്ല. ഇപ്പൊ 1/2 1/3 1/4 1/20 1/31 നിങ്ങൾക്ക് ഡിനോമിനേറ്റർ മാറ്റാം, 1/100 ഒക്കെ എഴുതാം.
പക്ഷെ അവിടെ ന്യൂമറേറ്റർ എപ്പോഴും സ്റ്റിൽ ആരായിരിക്കും? 1 ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ പൊതുവെ എന്താണ് വിളിക്കുക? ഫ്രാക്ഷണൽ യൂണിറ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? റെഡി? അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ കമ്പാരിസൺ എന്താണ് എന്നുള്ളത് പഠിച്ചു അല്ലെ. സോ ഈ ചാപ്റ്ററില് കമ്പാരിസൺ മാത്രമല്ല, അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ, സീ യു.